എടുക്കാൻ സാധിക്കും. എങ്ങനെ നോക്കാം? ഗൂഗിൾ സൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് അഥവാ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ശേഷം ഗൂഗിൾ സൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക. നോക്കുക sites.google.com. ഗൂഗിൾ സൈറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പല ഓപ്ഷൻസ് ഇവിടെ കാണാം. ആദ്യത്തേത് ബ്ലാങ്ക് സൈറ്റ്. ഒരു ബ്ലാങ്ക് ക്യാൻവാസിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡ് ഉപയോഗിച്ച് ഒന്നിൽ നിന്ന് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷനാണ് ബ്ലാങ്ക് സൈറ്റ്. പിന്നീട് കാണുന്ന എല്ലാം പ്രീ ഡിഫൈൻഡ് വെബ്സൈറ്റ് ടെംപ്ലേറ്റുകളാണ്. കൂടുതൽ ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് ടെംപ്ലേറ്റ് ഗാലറി. ഇവിടെ പല കാറ്റഗറികളായിട്ട് പ്രീ ഡിഫൈൻഡ് വെബ്സൈറ്റ് ടെംപ്ലേറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാം. ഇവയിൽ നിന്ന് നമ്മുടെ ആവശ്യമായിട്ട് ചേർന്ന് നിൽക്കുന്ന ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് മോഡിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഹോട്ടൽ ബിസിനസ്സാണ് മാനേജ് ചെയ്യുന്നതായിരിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്മോൾ ബിസിനസ് എന്ന കാറ്റഗറിയിലുള്ള റെസ്റ്റോറന്റ് എന്ന ടെംപ്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഞാൻ പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഒന്നിൽ നിന്ന് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്ലാങ്ക് സൈറ്റ്. നോക്കുക, ഒരു ബ്ലാങ്ക് വെബ് പേജ് നമുക്ക് കിട്ടി. ഈ പേജിലേക്ക് ഇവിടെ വലതുവശത്ത് കാണുന്ന ഒബ്ജക്ട്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പേജ് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ഈ പേജിന്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ എൻ്റർ ചെയ്യാം. എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച വെബ്സൈറ്റാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ടൈറ്റിലാണ് ഞാൻ ഉപയോഗിക്കുക. ഈ കാണുന്ന കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ടെക്സ്റ്റ് ബോക്സിന്റെ സൈസ് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഇനി ടെക്സ്റ്റിന്റെ സൈസ് മാറ്റം വരുത്തണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഫോൺ സൈസ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫോൺ സൈസ് എൻ്റർ ചെയ്യാം. 58 എൻ്റർ. നോക്കുക, ഫോൺ സൈസ് മാറി കാണാം. ഇതേ രീതിയിൽ ഈ കാണുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഹെഡറിന്റെ സൈസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഹെഡർ ടൈപ്പ്. നോക്കുക, ഇവിടെ 4 ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത് ബാനർ എന്ന ഓപ്ഷനാണ്. ടൈറ്റിൽ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡറിൽ ടൈറ്റിൽ മാത്രം കാണാം. കവറാണ് സെലക്ട് ചെയ്യുന്നത്. ഹെഡറിന്റെ സൈസ് കൂടിയത് കാണാം. വീണ്ടും ബാനർ സെലക്ട് ചെയ്യുന്നു. ഇനി ഹെഡറിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമേജ്. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് അപ്ലോഡ്, 2 സെലക്ട്. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു പിക്ചർ ഈ ഹെഡറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അപ്ലോഡ്, പിക്ചർ സെലക്ട് ചെയ്യുക, ഓപ്പൺ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ഹെഡർ ബാക്ക്ഗ്രൗണ്ടിൽ വന്നാൽ കാണാം. വീണ്ടും ഇമേജ്. ഇനി സെലക്ട് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ഗൂഗിളിന്റെ ഗാലറിയിലുള്ള പിക്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ പിക്ചർ ഞാൻ സെലക്ട് ചെയ്യുന്നു. നോക്കുക, ഹെഡറിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയത് കാണാം. അടുത്തത് എൻ്റെ സൈറ്റ് നെയിം, അതായത് വെബ്സൈറ്റിന്റെ പേര്. ഇവിടെ വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. ലോഗോ ആഡ് ചെയ്യാനായിട്ട് ആഡ് ലോഗോ, അപ്ലോഡ്, ലോഗോ സെലക്ട് ചെയ്യുക, ഓപ്പൺ. അടുത്തത് ഫാവിക്കോൺ. നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ടാബിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഐക്കണാണ് ഫാവിക്കോൺ. ഈ ലോഗോ തന്നെയാണ് ഞാൻ ഫാവിക്കോൺ ആയിട്ട് ഉപയോഗിക്കാം. അപ്ലോഡ്, ലോഗോ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. ഈ ഡയലോഗ് ക്ലോസ് ചെയ്യാനായിട്ട് ക്ലോസ്. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ലോഗോ ഇവിടെ വന്നാൽ കാണാം. സോ നമ്മുടെ വെബ് പേജിന്റെ ഹെഡറായി. ഇനി പേജിന്റെ താഴേക്ക് ഇങ്ങനെ കണ്ടന്റ് ആഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന പല തരത്തിലുള്ള ഒബ്ജക്ട്സ് ഈ പേജിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സ്, പിക്ചേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ഇമേജസ്, ബട്ടൺ, ഡിവൈഡർ, സോഷ്യൽ മീഡിയ ലിങ്ക്സ്, യൂട്യൂബ് വീഡിയോ, മാപ്പ്. അതുപോലെ ഈ കാണുന്ന ഒബ്ജക്ട്സിന്റെ കോമ്പിനേഷൻസ് ആണ് കണ്ടന്റ് ബോക്സിലുള്ളത്. അതിന് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വന്നാൽ കാണാം. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. പിക്ചറാണ് ആഡ് ചെയ്യണമെങ്കിൽ ഇമേജസ്, അപ്ലോഡ്, പിക്ചർ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ഇവിടെ വന്നാൽ കാണാം. പിക്ചർ റീസൈസ് ചെയ്യാനായിട്ട് ഈ കാണുന്ന കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിക്കാം. ഇനി പിക്ചർ ടെക്സ്റ്റിന്റെ മുകളിൽ കൊണ്ടുവരണമെങ്കിൽ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇനി ഇതിൽ ഏതൊരു ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് കൊണ്ടുവരിക. ഡിലീറ്റ് സെക്ഷൻ. വീണ്ടും ഡിലീറ്റ് സെക്ഷൻ. Hey, how much time would it take you to make a PowerPoint presentation? Maybe 1 to 2 days. ഇനി കണ്ടന്റ് ബ്ലോക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ഇവിടെ 2 പ്ലേസ് ഹോൾഡേഴ്സ് വന്നാൽ കാണാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്ലോഡ്, സെലക്ട് ഇമേജ്, യൂട്യൂബ്, കാലണ്ടർ, മാപ്പ്. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഇമേജ് ഇങ്ങോട്ട് കിട്ടാനായിട്ട് അപ്ലോഡ്, ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. വീണ്ടും അപ്ലോഡ്. എൻ്റെ ഓൺലൈൻ കോഴ്സുകളിലേക്കുള്ള ലിങ്ക് ഈ പിക്ചേഴ്സിന്റെ താഴെ ആഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ടു എഡിറ്റ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. ഈ ടെക്സ്റ്റിനെ കോഴ്സിന്റെ URL-ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ലിങ്ക്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള URL ആഡ് ചെയ്യാം. അതിനുവേണ്ടി കോഴ്സിന്റെ വെബ്സൈറ്റ് വരുന്നു. ഈ അഡ്രസ് ബാറിൽ നിന്ന് കോഴ്സിന്റെ URL സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, അപ്ലൈ. ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ എക്സൽ ടിപ്സ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന വെബ്സൈറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഓൺലൈൻ കോഴ്സുകളുടെ ലിങ്ക് ആഡ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ ഓരോരുത്തർക്കും സ്വന്തം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതായത് വർക്ക് എക്സ്പീരിയൻസും ബയോഡേറ്റയും ഇവിടെ കാണിക്കാം. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതിന് പുറമെ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, ട്വിറ്റർ പേജുകളിലേക്കുള്ള ലിങ്കുകളും വെബ്സൈറ്റ് ഉൾപ്പെടുത്താവുന്നതാണ്. സോ ഈ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ എൻ്റെ ഓൺലൈൻ കോഴ്സുകളിലേക്കുള്ള ലിങ്ക് ആഡ് ചെയ്തു. അടുത്തൊരു യൂട്യൂബ് വീഡിയോ ആഡ് ചെയ്യാനായിട്ട് യൂട്യൂബ് അപ്ലോഡ് എന്ന ടാബിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് കാണാം. ഇനി അതല്ല മറ്റാരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ വീഡിയോ സെർച്ച് എന്ന ടാബ് ഉപയോഗിക്കാം. വീണ്ടും അപ്ലോഡ്. ഈ വീഡിയോ സെലക്ട് ചെയ്യുന്നു, സെലക്ട്. ഈ ഫ്രെയിമിന്റെ സൈസ് കൂട്ടാനായിട്ട് ഈ കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിക്കാവുന്നതാണ്. സോ നമ്മുടെ ഹോം പേജ് ആയി. ഇനി പുതിയൊരു പേജ് ആഡ് ചെയ്യാനായിട്ട് പേജസ്, ഈ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ പേജ്. പേജിന് വേണ്ട പേര് ടൈപ്പ് ചെയ്യാം. എബൌട്ട്, ഡൺ. നോക്കുക, എബൌട്ട് എന്ന പേജ് ആഡ് ചെയ്യപ്പെടും. ഹോം, എബൌട്ട്. ഇനി പേജിൽ കണ്ടന്റ് ആഡ് ചെയ്യാനായിട്ട് ഇൻസേർട്ട്. വീണ്ടും മറ്റൊരു കണ്ടന്റ് ബ്ലോക്ക് ഉപയോഗിക്കുന്നു. ക്ലിക്ക് ടു എഡിറ്റ് ടെക്സ്റ്റ്. ഇവിടെ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ബയോ ആണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ ടെക്സ്റ്റ് ഇവിടെ കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി. ഗൂഗിൾ സൈറ്റ്സിൽ വരുന്നു. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഇനി ഇവിടെ പിക്ചർ ആഡ് ചെയ്യാനായിട്ട് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡ്, പിക്ചർ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. ഇനി മൂന്നാമത്തെ പേജ് ആഡ് ചെയ്യണമെങ്കിൽ പേജസ്, ന്യൂ പേജ്, കോൺടാക്ട്, ഡൺ. ഈ പേജിൽ ഞാനൊരു മാപ്പാണ് ആഡ് ചെയ്യാം. ഇൻസേർട്ട്, മാപ്പ്. ഇവിടെ ലൊക്കേഷൻ എൻ്റർ ചെയ്യാം. സെലക്ട്. വേണമെങ്കിൽ ഓഫീസ് അഡ്രസ്സോ വീട്ട് അഡ്രസ്സോ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത പേജുകളുടെ ഓർഡർ എങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. പേജസ്,
ഈ കാണുന്ന ഹോം ഐക്കണുള്ള പേജാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഇനി ഇതിന് പകരം ഇവിടെയുള്ള മറ്റൊരു പേജിനെ ഹോം പേജ് ആക്കണമെങ്കിൽ ആ പേജിന് നേരെയുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. മേക്ക് ഹോം പേജ്. നോക്കുക എബൌട്ട് എന്ന പേജ് ഹോം പേജ് ആയിട്ട് മാറി കാണാം. വീണ്ടും മേക്ക് ഹോം പേജ്. ഇനി കോൺടാക്ട് എന്ന പേജിനെ ഹോമിനും എബൌട്ടിനും ഇടയിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ കോൺടാക്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. മൗസ് ബട്ടൺ ഹോൾഡ് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇവിടെ ഡ്രോപ്പ് ചെയ്യും. നോക്കുക കോൺടാക്ട് എന്ന പേജ് ഹോമിനും എബൌട്ടിനും ഇടയിൽ വന്നാൽ കാണാം. വീണ്ടും എബൌട്ടിന് താഴെ പ്ലേസ് ചെയ്യുന്നു. ഇനി കോൺടാക്ട് എന്ന പേജിനെ എബൌട്ട് എന്ന പേജിന്റെ സബ് പേജ് ആയിട്ട് മാറ്റണമെങ്കിൽ കോൺടാക്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. മൗസ് ബട്ടൺ ഹോൾഡ് പിടിച്ചുകൊണ്ട് എബൌട്ട് എന്ന ടാബിന് മുകളിൽ വരിക. ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. കോൺടാക്ട് എന്ന പേജ് എബൌട്ട് എന്ന പേജിന്റെ സബ് പേജ് ആയിട്ട് മാറി. അടുത്ത വെബ്സൈറ്റ് തീമാണ് തീംസ്. ഇവിടെ നമ്മൾ സിമ്പിൾ എന്ന വെബ്സൈറ്റ് തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ കാണുന്ന മറ്റ് തീമുകളൊന്നും ഉപയോഗിക്കാനായിട്ട് കറസ്പോണ്ടിങ് തീമിൽ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഡിപ്ലോമാറ്റ്. നോക്കുക ഈ ടൈറ്റിലിന്റെ ഫോണ്ട് സ്റ്റൈലും കളറും ചേഞ്ച് ആയിട്ട് കാണാം. വിഷൻ, ഇംപ്രഷൻ. ഇനി ഇതുവരെ നമ്മൾ ചെയ്ത വർക്കിന്റെ പ്രിവ്യൂ കാണാമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അറിയാനായിട്ട് ഈ കാണുന്ന പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോക്കുക നമ്മുടെ വെബ്സൈറ്റിന്റെ ഹോം പേജ് ആണ് കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ലിങ്ക് ഓപ്പൺ ആയത് കാണാം. ഒരു വീഡിയോ എബൌട്ട് എന്ന പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട്, കോൺടാക്ട്. ഈ വെബ്സൈറ്റ് സെൽഫോണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും അറിയാനായിട്ട് ഫോൺ, അടുത്തത് ടാബ്ലറ്റ്. പ്രിവ്യൂ ക്ലോസ് ചെയ്യാനായിട്ട് എക്സിറ്റ് പ്രിവ്യൂ. ഇനി വെബ്സൈറ്റിന് ഒരു ബാനർ ആഡ് ചെയ്യണമെങ്കിൽ നാവിഗേഷൻ സെറ്റിംഗ്സ്, അനൗൺസ്മെന്റ് ബാനർ, ഷോ ബാനർ, ബാനർ കളർ. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബാനറിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജ് ടൈപ്പ് ചെയ്യാം. അടുത്തത് ബട്ടൺ ടേബിൾ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബാനർ വെബ്സൈറ്റിന്റെ ഈ ഒരു പോർഷനാകും ഡിസ്പ്ലേ ചെയ്യപ്പെടുക. അതായത് ഹെഡറിന്റെ മുകളിലാകും ഡിസ്പ്ലേ ചെയ്യപ്പെടുക. ആ ബാനറിൽ ഒരു ക്ലിക്കബിൾ ബട്ടൺ ഉണ്ടാകും. ആ ബട്ടണിലെ ടെക്സ്റ്റ് ആണ് ബട്ടൺ ടേബിൾ. അടുത്തത് ലിങ്ക്. ബാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് URL ആണ് ഓപ്പൺ ആകേണ്ടത് ആ ലിങ്ക് ഇവിടെ ഉപയോഗിക്കാം. വീണ്ടും ഞാൻ ഓൺലൈൻ കോഴ്സിന്റെ ലിങ്ക് ഉപയോഗിക്കുകയാണ്. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, ഓപ്പൺ ഇൻ ന്യൂ ടാബ്, ക്ലോസ്. നോക്കാം ഹെഡറിന് മുകളിൽ ബാനർ വന്നാൽ കാണാം. വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടെ നോക്കാം. സെറ്റിംഗ്സ്. വെബ്സൈറ്റിന്റെ നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത് ടോപ്പ് എന്ന ഓപ്ഷനാണ്. അതായത് ഈ വെബ്സൈറ്റിലെ പേജുകളുടെ ലിസ്റ്റ് ഈ കാണുന്ന ടോപ്പ് ഓപ്ഷനാണ് വരിക. ഇതിന് പകരം പേജുകളുടെ ലിസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കിട്ടാനായിട്ട് സെറ്റിംഗ്സ്, നാവിഗേഷൻ, സൈറ്റ്. നോക്കാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ വന്നാൽ കാണാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജുകളുടെ ലിസ്റ്റ് ആണ് കാണുന്നത്. കോൺടാക്ട് എന്ന പേജിനെ ഇൻഡിപെൻഡന്റ് പേജാക്കി മാറ്റാനായിട്ട് പേജസ്, ഇനി വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് പബ്ലിഷ്. ഇവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് എൻ്റർ ചെയ്യാം. sites.google.com/view/ നമ്മളിവിടെ കൊടുക്കുന്ന പേരാകും നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്. ഇനി അതല്ല facebook.com, youtube.com പോലെ ഒരു കസ്റ്റം ഡൊമൈൻ ആണ് വേണ്ടെങ്കിൽ $12-15 ചിലവായിക്കൊണ്ട് ആ ഡൊമൈൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് പബ്ലിഷ്, വ്യൂ. നോക്കുക നമ്മുടെ വെബ്സൈറ്റിന്റെ ഹോം പേജ് ആണ് കാണുന്നത്. എബൌട്ട്, കോൺടാക്ട്. ഈ ബാനറിൽ കാണുന്ന എൻറോൾ ആവുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഓൺലൈൻ കോഴ്സിന്റെ പേജ് ഓപ്പൺ ആയത് കാണാം. ഇവിടെ ഈ വെബ്സൈറ്റിൽ ഞാൻ 3 പേജുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര പേജുകൾ വേണമെങ്കിലും വെബ്സൈറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ സൈസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇത്തരം വെബ്സൈറ്റുകളിൽ ചില പരിമിതികളുണ്ട്. കാരണം ഗൂഗിൾ തരുന്ന ഓപ്ഷൻസ് വെച്ച് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും.